പ്രിയമുള്ളവരെ, അയലത്തെ മലയാളിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ കൊട്ടിക്കലാശം തീർന്നിരിക്കുകയാണ്. എല്ലാ വോട്ടുകളും പെട്ടിയിൽ വീണ് കഴിഞ്ഞു. ഇനിയൊരു കാത്തിരിപ്പാണ്. ഇന്നലെ എന്തൊക്കെയാണ് നടന്നത്? ആദ്യം തന്നെ നൂറയുടെ ആ എവിക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ആ വോട്ടുകളൊക്കെ എങ്ങോട്ടാണ്? നൂറയ്ക്ക് ഉണ്ടായിരുന്ന വോട്ടുകൾ എങ്ങോട്ടാണ് മറിഞ്ഞത്? ഇന്നലെ ദിയാസനയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് തോന്നുന്നു, അനുമോളുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് PR കപ്പ് കൊടുക്കുന്നതായിട്ടൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. വോട്ടുകൾ ഒരു പക്ഷേ അനുമോൾക്ക് മറിഞ്ഞതാകാം, അതല്ലെങ്കിൽ അനുമോൾക്ക് എതിരെ മറിഞ്ഞതാകാം. എങ്ങോട്ട് എന്തൊക്കെ സംഭവിച്ചുവെന്ന് നൂറയുടെ എവിക്ഷൻ ടോപ്പ് 5 അർഹിച്ചിരുന്ന ആൾ മാത്രമല്ല, അതുപോലെ ഫാൻ ബേസ് ഉണ്ടായിരുന്നതാണ്. എന്തൊക്കെയോ പെട്ടെന്ന് സംഭവിച്ച് ടോപ്പ് 5 നിന്ന് പുറത്താവുകയാണ്. അത് വോട്ടിൽ എങ്ങനെയാണ് മാറ്റം വന്നതെന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമാണ്. അതുപോലെ തന്നെ ഇന്നലെ ലൈവിൽ തൊപ്പിയും അഖിലും, ഞാൻ ഓർക്കുകയായിരുന്നു, അഖിലൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ PR വേണ്ടിയിട്ട് ഈ പ്രശസ്തിയുള്ള കലാകാരന്മാർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ വോട്ട് പിടിച്ചുകൊണ്ട് അനുവിന് വോട്ട് പിടിച്ച് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരാളാണ്. എന്നിട്ടും ജനങ്ങൾക്കെതിരെ തിരിയുവാനായിട്ട് അഖിലിനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണെന്ന് എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല. പക്ഷേ ലൈവിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊപ്പി അഖിലിനെ എടുത്ത് ഒടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് ചോദിക്കുകയാണ്, നീ സംസാരിക്കുന്ന റഷ്യം, നമുക്ക് നീ എന്നെ വാക്കിൽ സംസാരിച്ച് എന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയണം. തൊപ്പി പറയണം, അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഉടനെ പറയാം, നമുക്ക് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് അഖിൽ പറയുകയാണ്. പ്രിയമുള്ളവർ, ഇതിന് വേണ്ടിയിട്ടാണോ ഇന്നലെ ലൈവിൽ വന്നത്? തീർച്ചയായിട്ടും ഇത് എന്തുകൊണ്ടാണ് ഈ അഖിൽ നമ്മുടെ അനുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക? അതൊന്നും തൊപ്പിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ തൊപ്പി അനീഷ് എന്ന പേര് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഖിലിനൊക്കെ ഇളകി. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്രയും കാശിന് പിന്നാലെ ആർത്തി കാണിക്കരുതാക്കില്ലേ? ഞങ്ങൾ നല്ലൊരു കളിക്കാരനായതുകൊണ്ട് ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടു. പക്ഷേ പൈസയ്ക്ക് വേണ്ടി ഇത്രയും ആക്രാന്തം നമ്മളെ പിടിക്കുവാനായിട്ട് പാടില്ല. അല്ലാതെ തന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ വിന്നർ എന്ന നിലയിലുള്ള പ്രശസ്തി കൊണ്ടും നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ടും നിങ്ങൾ കാശുണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ക്യാഷിൻ്റെ പിന്നാലെ, ഈ നക്കാപ്പിച്ച ക്യാഷിന് പിന്നാലെ അലയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്രയെത്ര നമ്മൾ വളർത്തിവിട്ട, നമ്മൾ കൊടുത്ത കൈക്കാണ്, നമ്മൾ പാല് കൊടുത്ത് കൈക്കാണ് പല ചാനലുകളും തിരിച്ചു കുത്തിയിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വളർത്തിവിട്ട ചാനലുകൾ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി ഇഷ്ടത്തിനൊപ്പം നിൽക്കേണ്ടതാണ്. ബിഗ് ബോസിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കേണ്ടതാണ്. ഇവിടെ PR ജയിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ തോക്കുകയാണ്, അതിൻ്റെ വിശ്വാസ്യത തോക്കുകയാണ്, ജനങ്ങൾ തോക്കുകയാണ്. ഇവിടുത്തെ ചോദ്യം ഒന്ന് മാത്രം, ഇവിടെ ജനം ജയിക്കണോ, ബിഗ് ബോസ് ജയിക്കണോ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് പെട്ടി തുറക്കുമ്പോൾ അറിയാം, ഇനി എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. വോട്ട് ചെയ്യാനുള്ള എല്ലാവരും വോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഒരു ലാലേട്ടൻ്റെ ആ വരവിനായിട്ട്, ആ മാസ് എൻട്രിക്കായിട്ട് വലത്തും ഇടത്തും ആരായിരിക്കും എന്നുള്ളതിന് വലിയ സംശയമൊന്നുമില്ല. അത് അനീഷേട്ടനും അനുമോളും ആയിരിക്കും. പക്ഷേ ആരുടെ കൈയാണ് ഉയരുന്നത്, ആരുടെ കൈയാണ് വീഴുന്നത്? വാഴുന്നവരാരോ, വീഴുന്നവരാരോ? നമുക്ക് കാത്തിരിക്കാം. 5 പേരും ശരിക്കും അർഹരാണ്. അത് പ്രത്യേകിച്ച് അവർക്ക് കൺഗ്രാജുലേഷൻസ്. അർഹരെന്ന് വെച്ചാൽ കൺഗ്രാജുലേഷൻസ് ഇവിടെ നിലനിന്നതിൽ. പക്ഷേ ആ 2 പേര് ഉയർത്തുന്ന കൈ ഏതാണെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള കാത്തിരിപ്പ്. കാത്തിരുന്ന് നമുക്ക് കാണാമല്ലേ? ഓക്കെ, ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇനി പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.